നമസ്കാരം. കോടിക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കു വേണ്ടി സ്വന്തം ചിന്തയും ബുദ്ധിയും ജീവിതവും ഒക്കെ മാറ്റിവെച്ച ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഭരണാധികാരിയായി മാറിയിരിക്കുകയാണ് മോദി. ദശാബ്ദങ്ങളായി കോൺഗ്രസ് ഭരണത്തിന്റെ കീഴിൽ ഗാന്ധി കുടുംബത്തിന്റെ കൈപ്പിടിയിൽ വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്ന കോടിക്കണക്കിന് മനുഷ്യർ മോദിയിലും BJP സർക്കാരിലും അർപ്പിച്ച വിശ്വാസം രാജ്യത്തിന്റെ വികസനവും രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളായി മോദി ചെയ്തു വരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലെ എന്നാൽ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇന്ത്യക്കാർക്ക് നവരാത്രി സമ്മാനം എന്ന പേരിൽ GSTയിൽ വരുത്തിയ അഴിച്ചുപണി. അതുവഴി ഇന്ത്യൻ ജനതയുടെ ജീവിത നിലവാരം ഉയരാൻ പോവുകയാണ് എന്ന് മാത്രമല്ല, ജീവിത ചെലവ് ഗണ്യമായി കുറയാൻ കൂടി പോവുകയാണ്. ഈ അവസരത്തിലാണ് മോദി കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ അതിനുശേഷം ഇന്ത്യക്കാർക്ക് വേണ്ടി തുറന്ന കത്ത് കൂടി എഴുതിയിരിക്കുകയാണ് മോദി. രാജ്യത്ത് നടപ്പാക്കുന്ന ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ എല്ലാ വീടുകളിലും പുഞ്ചിരി വിടർത്തുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തിൽ കുറിച്ചിരിക്കുന്നത്. GST നിരക്കുകൾ കുറച്ച നടപടിയിലൂടെ ഓരോ കുടുംബത്തിനും കൂടുതൽ സമ്പാദിക്കാനും ബിസിനസ്സുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനുമുള്ള വഴിയാണ് തുറന്നിട്ടുള്ളതെന്ന് വ്യക്തമാക്കി. പ്രധാനമന്ത്രി തുറന്ന കത്തെഴുതുകയും ചെയ്തു. വിപണികൾ മുതൽ വീടുകൾ വരെ GST ബജറ്റ് ഉത്സവ് ആഘോഷത്തിന്റെ ആരവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒപ്പം ചെലവുകൾ കുറഞ്ഞത് ഓരോ വീട്ടിലും തിളക്കമാർന്ന പുഞ്ചിരിയും ഉളവാക്കുന്നുവെന്നും പത്രങ്ങളിലെ ഒന്നാം പേജ് വാർത്തകൾ പങ്കുവെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചത്. നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് തുറന്ന കത്തെഴുതിയിരിക്കുന്നത്. പരിഷ്കാരങ്ങൾ എല്ലാ മേഖലകളിലും സമ്പാദ്യം വർദ്ധിപ്പിക്കും. സംരംഭകരെയും ചെറുകിട ഇടത്തരം സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കാനും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും ഇത് സഹായിക്കും എന്ന് മോദി വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ 25 കോടിയിലധികം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്ന് മധ്യവർഗത്തിലേക്ക് എത്തുകയും സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനത്തിന് നികുതി ഇല്ലാതാക്കുന്ന ആദായ നികുതി ഇളവ് നൽകി മധ്യവർഗത്തെയും ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആദായ നികുതി ഇളവുകളും GST പരിഷ്കാരങ്ങളും സംയോജിപ്പിച്ചാൽ ജനങ്ങൾക്ക് ഏകദേശം 2.5 ലക്ഷം കോടി രൂപയുടെ സമ്പാദ്യമാകും. ഇത് ജനങ്ങളുടെ ഗാർഹിക ചെലവുകൾ കുറയ്ക്കുകയും ഒരു വീട് പണിയുക, വാഹനം വാങ്ങുക, വീട്ടുപകരണങ്ങൾ വാങ്ങുക, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, അതുമല്ലെങ്കിൽ ഒരു കുടുംബയാത്ര ആസൂത്രണം ചെയ്യുക തുടങ്ങിയ അഭിലാഷങ്ങൾ നിറവേറ്റുന്നത് എളുപ്പമാക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. 2047ഓടെ വികസിത ഭാരതം എന്നതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും അത് നേടുന്നതിന് സ്വാശ്രയത്തിന്റെ പാത അത്യന്താപേക്ഷിതമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു പരിഷ്കാരങ്ങൾ നമ്മുടെ പ്രാദേശിക നിർമ്മാണ അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ആത്മനിർഭർ ഭാരതിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. ട്രംപ് അല്ല, ആര് സ്വന്തം രാജ്യത്തേക്ക് പ്രവേശനം നിഷേധിച്ചാലും തടഞ്ഞു വെച്ചാലും ഒന്നും തകർന്നു പോകാത്ത മുഴുവൻ ഇന്ത്യക്കാർക്കും സ്വദേശത്ത് തന്നെ വളരാനുള്ള വളക്കൂറുള്ള മണ്ണും വളവും വെള്ളവും കാലാവസ്ഥയും പോലും ഭാവിയിലേക്ക് കൂടി ഉതകുന്ന രീതിയിൽ നടപ്പിലാക്കാനുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യക്കാരുടെ കയ്യടികൾ ഉയരുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച